കാലടിയിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡ് അടച്ചുപൂട്ടിക്കൊണ്ട് കാലടിയിലെ ഗതാഗത കുരുക്ക് അതിരൂക്ഷമാക്കിയ കാലടി ഗ്രാമപഞ്ചായത്ത് അധികാരികളുടെ നടപടികൾക്കെതിരെ പഞ്ചായത്ത് നീതി പാലിക്കുക, ഗതാഗത കുരുക്ക് ഒഴിവാക്കുക. സൂചനയാണ് സൂചന കണ്ടുപഠിച്ചില്ലെങ്കിൽ രൂപം മാറും ഭാവം മാറും, സമരത്തിൽ ഗതി മാറിയിടും. മാർച്ചും ധർണയും ഈ ഗ്രാമപഞ്ചായത്തിന് മുമ്പിൽ സംഘടിപ്പിക്കേണ്ടി വന്നത് എന്നതിന്റെ യാഥാർത്ഥ്യം ഇവിടുത്തെ പൊതുജനങ്ങളോടും ഇവിടെ കൂടിയിരിക്കുന്നവരോടും അറിയിക്കേണ്ട ഒരു ബാധ്യത ഞങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം, കാലടിയില് വർഷങ്ങളായി അനുഭവപ്പെടുന്ന അതിരൂക്ഷമായ ഗതാഗത കുരുക്ക് ഈ പ്രദേശവാസികൾ മാത്രമല്ല, ഇതിലൂടെ കടന്നു പോകുന്ന ആയിരക്കണക്കിന് വരുന്ന യാത്രക്കാരുടെ നരകിക്കുകയാണ്. എന്നാൽ എന്താണ് സംഭവിച്ചത്? ഈ ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഏകദേശം 4.5 ഏക്കറോളം സ്ഥലം അങ്ങ് തെക്കുവശത്ത് കനാലിനോട് ചേർന്നുള്ള ഭാഗം മുതൽ ഈ അറ്റം വരെയുള്ള ഇത്രയും കണ്ണായ സ്ഥലം ഉണ്ടായിട്ട് പോലും നിലവിൽ 28 വർഷമായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്വകാര്യ ബസ്സുകളുടെ സ്റ്റാൻഡ് അടച്ചുപൂട്ടി നിർദാക്ഷിണ്യമെന്ന് വേണം പറയാൻ. 120. ഇതൊന്നും ആലോചിക്കാതെ, വേണ്ടത്ര കൂടിയാലോചനകളില്ലാതെ, കൂടിയാലോചന ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. കൂടിയാലോചിക്കാൻ വിളിച്ചിട്ട് ഒരു പ്രഖ്യാപനം അങ്ങ് നടത്തുകയാണ്. ഞങ്ങൾ ഇന്ന ദിവസം സ്റ്റാൻഡ് അടയ്ക്കും, ഞങ്ങൾ ഇന്ന ദിവസം, കൃത്യമായിട്ട് പറഞ്ഞാൽ മാർച്ച് 24-ാം തീയതി സ്റ്റാൻഡ് അടയ്ക്കും. ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ചെമ്പിശ്ശേരി റോഡ് വരെ പോയി ചെമ്പിശ്ശേരി റോഡിൽ കിടന്ന് നമ്മുടെ ഈ പൊതുയോഗം പ്രതിഷേധയോഗം നടത്താൻ കഴിയില്ല എന്ന് ഞങ്ങളോട് വെല്ലുവിളിച്ചിരിക്കുകയാണ്. എന്താ ഐ ലവ് കാലടി സ്പോർട്സ് ജിമ്മാണ്. ആളുകൾക്ക് വ്യായാമം ചെയ്ത് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ബസ് സ്റ്റാൻഡിന്റെ കൂടെയുള്ള ഒരു പ്രോജക്റ്റ് ആണ് ഐ ലവ് കാലടി. അങ്കമാലിയിൽ കേട്ടിട്ടുണ്ട്. മിക്കവാറും ഒക്കെ കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന്റെ പ്രോജക്റ്റുകളാണ്. എല്ലാ പട്ടണങ്ങളിലും ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഒരുക്കണം, ആളുകൾക്ക് വരാനും ഇതിനുള്ള വിശ്രമിക്കാനും ചെറിയ വ്യായാമം ചെയ്യാനും. അദ്ദേഹം പറഞ്ഞപ്പോ ഈ പണി കഴിഞ്ഞിട്ട് ഐ ലവ് കാലടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് പറ്റില്ല, അത് ഒറ്റ കോൺട്രാക്റ്റാണ്. അതും കഴിഞ്ഞു, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. കെട്ടിടം പണിയുന്നതിനും ഐ ലവ് കാലടിക്ക് വെച്ചിരിക്കുന്ന സ്ഥലത്തിനും ഇടയ്ക്ക് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സ്റ്റാൻഡിന്റെ പ്രദേശമുണ്ട്. അതെങ്കിലും ഞങ്ങൾക്ക് കിട്ടുക. അപ്പോ അത്യാവശ്യം വേണ്ട വണ്ടികൾ, ഇവിടെ നിന്ന് തുടങ്ങുന്ന വണ്ടികൾ, അല്ലെങ്കിൽ കുറച്ചു സമയം റെസ്റ്റ് ഉള്ള വണ്ടികൾക്കൊക്കെ ഇവിടെ ഒന്ന് സൗകര്യം ചെയ്താന്ന് പറഞ്ഞ് അത് ശരിയാവില്ല. അദ്ദേഹം പറഞ്ഞത് അത് ശരിയാവില്ല. എന്തുകൊണ്ടാ? കോൺട്രാക്ടർക്ക് മെറ്റീരിയൽ അടിക്കാനായിട്ടുള്ള സ്ഥലം കൊടുക്കണമെന്ന്. യോഗത്തിന്റെ അധ്യക്ഷം വഹിക്കുന്ന അങ്കമാലി മേഖല പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീമാൻ APGB അവരുടെ ഞാൻ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു.
ഈ യോഗ നടപടികൾ ഉദ്ഘാടനം ചെയ്യുന്ന അവർക്ക് ഏവർക്കും പ്രിയങ്കരനായ നമ്മുടെ സലിച്ചേട്ടൻ CITU അങ്കമാലി ഏരിയ സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹത്തെയും ഞാൻ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ സംഘടനയുടെ മറ്റ് ഭാരവാഹികൾ ഉണ്ട്. നമ്മുടെ INTC-യുടെ ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി ബാബു സാനിയോട് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ CITU-ന്റെ KP പോളി അവരിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ BMS-ന്റെ സുധീഷ് അടക്കമുള്ള പ്രവർത്തകരും ഭാരവാഹികളും എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ എറണാകുളം ജില്ലയുടെ PPOA-യുടെ ജില്ലാ സെക്രട്ടറി KM സിറാജ് എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ പെരുമ്പാവൂരിൽ നിന്നും ശ്രീ മുരാജിന്റെ നേതൃത്വത്തിലും മറ്റുള്ള എല്ലാ കുടുംബങ്ങളെയും സംഘടിപ്പിച്ച് അവരും എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ പെരുമ്പാവൂരിൽ നിന്നുള്ള പ്രസിഡന്റ് ശ്രീ ജിജി തോമസും രാമചന്ദ്രൻ ചേട്ടനും എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ നല്ലവരായിട്ടുള്ള എല്ലാ തൊഴിലാളി സുഹൃത്തുക്കളും മറ്റു പേരെടുത്ത് പറയാത്ത എല്ലാ നേതാക്കളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നല്ലവരായ എല്ലാ മാധ്യമ പ്രവർത്തകരും പ്രത്യേകിച്ച് അവരെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ താല്പര്യത്തോടുകൂടി ഈ നാടിന്റെ ഒരു ആവശ്യമായി കണ്ട് അവരിത് നല്ല രീതിയിൽ അതിന് വേണ്ട പ്രചാരം കൊടുക്കുന്നുണ്ട്, ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടി ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. അതോടൊപ്പം തന്നെ അങ്കമാലി, കാലടി, പെരുമ്പാവൂർ മേഖലയിലെ ബസ് ഉടമ സംഘടനയുടെ ഭാരവാഹികൾ, ബസ് ഉടമയുടെ ജില്ലാ ഭാരവാഹികൾ, ജീവനക്കാരുടെ അങ്കമാലി, പെരുമ്പാവൂര് മറ്റു മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളി സംഘടന നേതാക്കന്മാര്, ബസ് ഉടമകള്, അതോടൊപ്പം തന്നെ ബസ് ജീവനക്കാര്, പത്രമാധ്യമങ്ങളും, നല്ലവരായ നാട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. സ്വാഗത പ്രാസംഗികൻ ഇങ്ങനെ ഒരു ധർമ്മയും പ്രതിഷേധ മാർച്ചും സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് വ്യക്തമായ രീതിയിലൂടെ സമ്മതിച്ചു. എന്നിരുന്നാലും രണ്ടു വാക്കും പറഞ്ഞേ പറ്റൂ. കേവലം 28 വർഷക്കാലമായി കാലടി ബസ് സ്റ്റാൻഡ് MC റോഡിന് അഭിമുഖമായി പ്രവർത്തിച്ചു വരുന്നത് ഞാൻ പറയാതെ തന്നെ ഇതിൽ പോകുന്ന യാത്രക്കാർക്കും കാലടി നിവാസികൾക്കും മറ്റു ജനപ്രതിനിധികൾക്കും എല്ലാവർക്കും അറിയാവുന്നതാണ്. കാലടിയുടെ മുഖ്യ ഒരു വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ന് വന്നിട്ടുള്ള വിഷയം. കുറെ നാളുകൾക്ക് മുമ്പ് ഇതേ രീതിയിൽ പഞ്ചായത്തിന്റെ ഒരു വികസനമായി, അത് കാലടിയുടെ വികസനമായി മുൻ ഭരണസമിതിയൊക്കെ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാൻ തീരുമാനിച്ചിരുന്നു. അതിന് പ്ലാനും എസ്റ്റിമേറ്റൊക്കെ തയ്യാറായി. അത് പിന്നീട് മുന്നോട്ട് ചലിച്ചില്ല. ഇപ്പോഴത്തെ ഭരണസമിതി പുതിയ പ്ലാനും കാര്യങ്ങളും അതിന്റെ അടിസ്ഥാനത്തിലാണ് മാർച്ച് ആദ്യം ഏകദേശം ഒരു 10-ാം തീയതി ആയിട്ടുള്ള ഒരു കത്ത് തരാണ്. മാർച്ച് 31-ാം തീയതി 3 മീറ്ററ് വലിയ തോതിൽ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ തോന്നുന്നത്. ഒന്ന് ബസ്സുടമല്ല, 2 ജീവനക്കാര്, അതോടൊപ്പം തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടി നമ്മുടെ കുട്ടികളെയും അതുപോലെ തന്നെ യാത്രക്കാരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഒരു 15 ദിവസം കഴിഞ്ഞാൽ സ്കൂൾ തുറക്കില്ലേ? ഈ കാലടിയില് വിവിധ സ്കൂളുകളിലേക്ക് പോകുന്ന കുട്ടികളുടെ ഒരു തിരക്ക് വെറുതെ നിങ്ങൾ അനുഭവമുള്ള ആളുകൾ എന്ന് സങ്കല്പിച്ചു. എന്ത് ചെയ്യുമോ? ഇവിടെ വലിയ തോതിൽ വാഹനങ്ങൾ ചീറിപ്പോയ ഒരു മേഖലയാണ്. ഏതൊക്കെ തരത്തിലുള്ള അപകടങ്ങളാണ് ഇവിടെ സംഭവിച്ചു കൂടായില്ല. ഒരു പ്രാദേശിക ഗവൺമെന്റ്, പഞ്ചായത്ത് ഗവൺമെന്റ് അതാണ്, പണ്ടത്തെ പോലെയല്ല, ഒരുപാട് അധികാരമുണ്ട്. അധികാരം മാത്രമല്ല, ഒരുപാട് ഉത്തരവാദിത്തമുണ്ട്. അക്കാര്യത്തിൽ മറ്റ് നമ്മുടെ സമീപ പഞ്ചായത്തുകൾ ഇത്തിരിയും കൂടി ഗൗരവത്തോടുകൂടി ഇടപെടേണ്ട ഒരു പഞ്ചായത്താണ് ഈ കാലടി. കാരണം എന്താ, ഇതൊരു വളരെ ലോക പ്രശസ്തമായ ഒരു സ്ഥലത്തെ പഞ്ചായത്താണ്, അല്ലേ? ഇപ്പൊ കാഞ്ഞൂർ പഞ്ചായത്തിന്റെ പേരിലോ അല്ലെങ്കിൽ മലയാറ്റൂർ പഞ്ചായത്തിന്റെ പേരോ എവിടെ വരെ അറിയാം? ഈ കേരളത്തിലുള്ള ആളുകൾ. എന്നാൽ കാലടി പഞ്ചായത്ത്
ശ്രീശങ്കരന്റെ ജന്മം കൊണ്ട് പവിത്രമായ ഒരു സ്ഥലമാണത്. ലോകത്ത് ആകെ അറിയപ്പെടുന്നതാണ്. ക്വാളിറ്റികളിൽ നിന്നൊക്കെ പീഡനങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് പ്രൈവറ്റ് ബസ്. ഈ കാലടി സ്റ്റാൻഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അങ്കമാലി യൂണിറ്റ് നടത്തിവരുന്ന സമരങ്ങൾ തുടങ്ങിയിട്ട് ഒരുപാട് ദിവസങ്ങളും മാസങ്ങളുമായി. കോടതിയിൽ വരെ സമീപിച്ചു. പ്രാദേശിക തലത്തിലുള്ള ഒരു പഞ്ചായത്ത് ഇങ്ങനെ നമ്മളെ ദ്രോഹിക്കുക എന്ന് പറയുന്നത് വളരെയധികം വേദനാജനകമായ ഒരു കാര്യം. കാരണം എല്ലാ വിധത്തിലും ഞങ്ങൾക്ക് പീഡനമാണ്. സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും പ്രൈവറ്റ് ബസ് എന്ന് പറഞ്ഞാൽ ഈ പ്രാധാന്യമുള്ള പഞ്ചായത്തിന്റെ ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് നമ്മളെ വിളിക്കണം, ഉടമകളെ വിളിക്കണം, ജീവനക്കാരെ വിളിക്കണം, മാത്രമല്ല വിദഗ്ധരെ വിളിക്കണം. ഈ പ്രശ്നങ്ങളുമായി ബന്ധമുള്ള വിദഗ്ധരൊക്കെ വിളിച്ച് ആശയവിനിമയം നടത്തി ഈ മൂന്ന് കൂട്ടരെയും കൂടി ഇരുത്തി, ഒപ്പം തന്നെ ജനപ്രതിനിധികളായിട്ടുള്ള മറ്റുള്ളവരെ കൂടി, രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ആളിനെ കൂടി ഒക്കെ വിളിച്ചിരുത്തിയിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ. അതാണ് ഭരണാധികാരിയുടെ കാഴ്ചപ്പാടെന്ന്. അല്ലാതെ ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പ് എന്നുള്ളൊരു നിലയാണ് സ്വീകരിക്കണമെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഇപ്പോ ഇവിടെ പറഞ്ഞു, ഞാൻ ഇന്നലെ വൈകിട്ട് ആ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ പഴയ നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ അപ്പുറത്തുള്ള ആ വെയിറ്റിംഗ് ഷെഡിന്റെ അപ്പുറത്തുള്ള സ്ഥലം പോയിട്ടുണ്ട്. നിങ്ങൾ പറയണത് ശരിയായൊരു കാര്യമാണ്. അതിന് വസ്തുത ഉണ്ടെങ്കിൽ ഞാനിവിടെ ഒന്ന് വർത്താനം പറയാൻ വസ്തു എനിക്കൂടി പോറ്റിയാണല്ലോ. പോയി നോക്കി, നല്ല സൗകര്യമുള്ള സ്ഥലം. ആ ഷെഡ്, ആ ഷീറ്റ് അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ആ തറയും വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6-7 ഒരു 8 ബസ്സെങ്കിലും സുഖമായിട്ടോടെ. ഇവിടെ എന്താ അദ്ദേഹം പറയണേ? ചെമ്പിച്ചേരി റോട്ടിൽ പോയി പാർക്കണമെന്നാണ്. ഈ ഇവിടെ നിന്ന് കാഞ്ഞൂർക്കും പെരുമ്പാവൂർക്കും മലയാറ്റൂർക്കും മഞ്ഞപ്പുറയ്ക്കും പോകുന്ന ബസ്സുകള് ആ ട്രിപ്പിനിടയ്ക്ക് ചിലപ്പോൾ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് മാക്സിമം, അതിൽ കൂടുതലില്ലല്ലോ. ഈ ചെമ്പിച്ചേരി റോട്ടിൽ പോയിട്ട് തിരിച്ചു വന്നെങ്കിൽ എത്ര സമയം എടുക്കും? ഈ ബ്ലോക്ക്, ഈ മാതിരി ബ്ലോക്കുള്ള സമയത്ത് ഇപ്പോ ഏതറ്റം വരെയും ജില്ല ഒട്ടാകെ ജില്ലയിലുള്ള മുഴുവൻ ബസ് ഉടമകളും ഇതിന്റെ പുറകിൽ അണിനിരന്നുകൊണ്ട് നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളെ ഞാൻ ഇതില് പ്രത്യേകം പ്രശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ഒരു പ്രതിഷേധം നടത്താൻ ഏതൊരാൾക്കും അവകാശമുണ്ട്. അത് അവന്റെ ഈ രാജ്യം നൽകുന്ന ഒരു അവകാശമാണ്. ഇവിടെ ഈ കാണുന്ന ബ്ലോക്ക് കാലടിയില് അങ്കമാലിയിലും ഗതാഗത കുരുക്ക് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. യോഗ അധ്യക്ഷനും സ്വാഗത പ്രാസംഗികനും ഉദ്ഘാടകനും പറഞ്ഞതുപോലെ അങ്കമാലിയെ സംബന്ധിച്ചും കാലടിയെ സംബന്ധിച്ചും ഗതാഗത കുരുക്ക് വളരെ രൂക്ഷമാണ്. ഇത് മാറുക എന്നുള്ളതാണ് ഇവിടെ ഇരിക്കുന്ന നാട്ടുകാരുടെയും ഇവിടുത്തെ തൊഴിലാളി സുഹൃത്തുക്കളുടെയും ഇവിടുത്തെ ബസ്സുകാരുടെയും മർച്ചന്റ് അസോസിയേഷന്റെ ഒക്കെ ജനപ്രതിനിധികളുടെ ഒക്കെ ആഗ്രഹം. ഈ ബ്ലോക്ക് ഇത് മാറണം. അതിന് എന്താണ് വഴി എന്ന് നോക്കുമ്പോൾ കുരു പോലെ ഓരോ പദ്ധതികൾ കൊണ്ടുവന്ന് വീണ്ടും കുരുക്കുകൾ അഴിക്കാൻ പറ്റാത്ത വിധത്തിൽ വികസനം നടത്തുമ്പോൾ ഇവിടെ പറഞ്ഞ ബ്ലോക്ക് ഉണ്ടാവുന്ന ബ്ലോക്കുകളെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ കെട്ടിടങ്ങൾ പണിയുന്നോ അല്ലെങ്കിൽ മറ്റ് വികസന പ്രവർത്തനം നടത്തുന്നതിനോ നമ്മളൊന്നും എതിരല്ല. വികസന പ്രവർത്തനം നടത്തിക്കോ. ഇവിടെ ഏത് വികസന പ്രവർത്തനം നടത്തി കഴിഞ്ഞാലും അതിന് അടിസ്ഥാന സൗകര്യങ്ങൾ മറ്റുള്ളവർക്ക് നൽകിയതുകൊണ്ടായിരിക്കണം വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ. അല്ലാതെ മറ്റവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് വികസന പ്രവർത്തനം നടത്തി ജനങ്ങളെ ആകെ തെരുവിലാക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന പ്രസിഡന്റിന്റെ ദാർഷ്ട്യം നിറഞ്ഞ നടപടി പിൻവലിക്കണം. ബസ് ഉടമകളെയും ഇവിടുത്തെ പൊതുജനങ്ങളെ വിളിച്ച് അല്ലെങ്കിൽ പൊതുജനങ്ങളെ വിളിച്ചുകൊണ്ട് ഒരു തീരുമാനത്തിൽ എത്തിയതിനു ശേഷമാണ് ഇത് കടന്നുവരുന്നെങ്കിൽ ഈ യാത്രക്കാരടക്കമുള്ള ആളുകൾ ഇത്രയധികം ബുദ്ധിമുട്ടിലായിരുന്നു. പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. വിശദീകരിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ച എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും കാലടി പഞ്ചായത്തിന്റെ ഈ ഒരു നീചമായ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം PBTA രേഖപ്പെടുത്തുകയാണ്.
കാലടി അങ്കമാലി യൂണിറ്റ് ഇതിനെതിരെ എന്ത് നടപടി സ്വീകരിച്ചാലും PBTയെ നിങ്ങൾക്കൊപ്പം ഉണ്ടാകുന്ന ഉറപ്പ് നൽകുകയാണ്. ജയ് ഹിന്ദ്. പറ്റി ഇന്ന് നമ്മള് ബസ് മുതലാളിമാരും ബസ് തൊഴിലാളികളും ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-38 വർഷത്തിന് ഇപ്പുറം കൈകോർത്ത് നിന്നുകൊണ്ട് ഒരു സൂചനാ പണിപ്പുറത്ത് നടത്തിയിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് നടത്തുന്നത് എന്നാണ് എന്റെ ഒരു അറിവ്. ഒരു 38 വർഷത്തിനുള്ളിൽ നടത്തുന്ന സംഭവമാണ്. അത് നാട്ടുകാർക്കെതിരെ നമ്മുടെ കാലടി പഞ്ചായത്തിന് എതിരെ നടത്തുന്ന ഒരു സൂചനാ പണിമുടക്ക് തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം മറ്റൂർ കോളേജ് തുടങ്ങി കാലടി പാലം വരെ നമ്മുടെ കാലടി പഞ്ചായത്തിന്റെ പരിധിയിൽ നിൽക്കുന്നതും അവ ഭരണാധികാരിയുടെ കണ്ണിൽ കൂടി കാണുന്നതുമായ സംഭവങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ നമ്മൾ നോക്കിയാലറിയാം, സമയങ്ങളൊത്രയും പിടിച്ചിരിക്കുകയാണ് ഇവിടുത്തെ ഗതാഗത കുരുക്ക്. അത് നടപടിയാവുന്ന കാര്യമല്ല. നമ്മൾ ചെയ്ത് കാണാത്തതല്ല കേസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. കാരണം 4ാം ക്ലാസ് മുതൽ ഞാൻ എന്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചതാണ്. അതുകൊണ്ട് ജയിലും പോലീസും ഞങ്ങളെ പേടിപ്പിക്കാൻ നിൽക്കണ്ട. പിന്നെ ഇവര് പറഞ്ഞ ഏറ്റവും വലിയ കാര്യം ബസ്സുകാരനായിട്ടും ബ്ലോക്കുകളുണ്ട്. ഈ കാണുന്ന ബ്ലോക്ക് ബസ്സുകാരുണ്ടാക്കിയതാണോ? അല്ലല്ല, ആണോ? ഈ കാണുന്ന ബസ്സുകാരുണ്ടാക്കിയതാണോ? പിന്നെ MC റോഡ് ട്രാഫിക്കിന് ആരായാലും ആരും കുറ്റപ്പെടാനല്ല. MC റോഡ് ക്ലിയർ ആക്കാതെ മലയാറ്റൂർ കാഞ്ഞൂർ പോകാൻ 2 വണ്ടി ഉണ്ടെങ്കിൽ MC റോഡ് ഒരു വണ്ടി ഉണ്ടാവും. ആ MC റോഡ് ബ്ലോക്ക് ചെയ്ത് ആ 2 വണ്ടി കയറ്റി വിടും. താനൊരു പൊതു സർവീസ് ആ വണ്ടി കയറ്റി വിടുന്നേ. ഞാൻ ബസ് പണിയാണ്, അതുകൊണ്ടാ പറയണേ. ഒരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ബ്ലോക്ക് ഇട്ടുണ്ട്. രാവിലെ ചിലപ്പോൾ ഒരു ചായ കുടിക്കാനുള്ള നേരം ഉണ്ടാവുള്ളൂ. പിന്നെ വീട്ടിൽ ചെയ്യണം, ഭക്ഷണം കഴിക്കേണ്ടി. അപ്പൊ ഞങ്ങൾ പട്ടിണി കിടന്നാണ് ഈ സർവീസ് നടത്തണേ, മനസ്സിലായ? അപ്പൊ ഞങ്ങളുടെ ബുദ്ധിമുട്ട് കണ്ടിട്ടും കണ്ടില്ല എന്ന് അടിക്കാതെ ഭാവമുണ്ടെങ്കിൽ സമരത്തിന് ഗതി മാറുന്ന മാറ്റിയിരിക്കും. അപ്പൊ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, എത്രയും പെട്ടെന്ന് ഈ ബ്ലോക്ക് ഞങ്ങൾക്ക് സ്റ്റാൻഡ് അടിസ്ഥാന സൗകര്യം, നമ്മളൊരു വികസനം നടപ്പിലാക്കുമ്പോ അതിന് അടിസ്ഥാന സൗകര്യം ഉണ്ടായിട്ട് ബാക്കിയുള്ള കാര്യം ചെയ്യാൻ പാടുള്ളൂ. അല്ലാണ്ട് അതിലൊരു കാര്യം അങ്ങോട്ട് ഇവിടെ കാലടിക്ക് പോകാറോ മാറൂല. ആദ്യം അടിസ്ഥാന സൗകര്യം, അടിസ്ഥാന ജനതയുടെ സൗകര്യം നോക്കിയിട്ട് ഒരു ഭരണാധികാരി അവരുടെ കാര്യങ്ങൾ. അതുപോലെ ബസ്സിൽ യാത്ര ചെയ്യുന്നത് അങ്കമാലി വരെ ബസ്സിൽ യാത്ര അപ്പൊ ആ ബുദ്ധിമുട്ടുണ്ടല്ലോ. ഓരോ ഡ്രൈവറും ഓരോ കണ്ടക്ടറും ക്ലീനറും ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഒരാളെ അറിയിക്കാൻ ബ്ലോക്ക് മാറ്റാൻ കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് എല്ലാവരും കാണാതെ കണ്ടുകൊള്ളുന്നത് നമ്മുടെ വണ്ടി മുമ്പോട്ട് എനിക്ക് പറഞ്ഞാല് വണ്ടി ഇരിക്കാവുന്നത് വണ്ടി ബസ്സുകാർക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പ്രശ്നം വരും. അങ്ങനെ വരും, അവർ റോങ് സൈഡ് വരുമ്പോ ഫോട്ടോ എടുക്കുമ്പോ നേരെ അയക്കല് വരുവേ. അപ്പൊ ഉടമയ്ക്കും പണിയിട്ടും ജീവനക്കാർക്ക് പണിയിട്ടും. ഞങ്ങളിങ്ങനെ വണ്ടി 10 മിനിറ്റ് ഓടിച്ചെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ ഈ അപകടത്തിന് ഉത്തരവാദി ഇവിടുത്തെ പഞ്ചായത്ത് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാനായിട്ട് തീരുമാനമുണ്ടായിരുന്നു. അത് എല്ലാവരും അംഗീകരിച്ചാണ്, ബസ് ഉടമകൾ എല്ലാവരും അംഗീകരിച്ചാണ്. പിന്നെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തത് മുമ്പിലോട്ട് വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇതിപ്പോ ഇവിടുത്തെ ബസ് ഉടമകളും ജീവനക്കാരും മാത്രമല്ല, ഈ കാലടി നിവാസികൾ കഴിഞ്ഞ ദിവസം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ കേസ് എടുത്തിട്ടുണ്ട്. ബസ് ഉടമകളെ ഞങ്ങള് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഈ കേസ് 20-ാം തീയതി കേസിരിക്കുകയാണ്. അപ്പൊ എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഇതിന് ശക്തമായി നേരിടാണ്. ഇത് വികസനത്തിന് എതിരാന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഇത് ഉദ്ഘാടനത്തിന് നമ്മൾ കാണേണ്ടേ വിഴിഞ്ഞ പദ്ധതി പോലെയായിരുന്നു.